ബി.ജെ.പി. കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ സൊസൈറ്റി സെക്രട്ടറിയെ പോലീസ് ചോദ്യം ചെയ്തു. നിർണായക ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ സെക്രട്ടറി നീലിമ ആർ കുറുപ്പ്. സൊസൈറ്റി റിക്കവറി നടപടികളിലേക്ക് പോകാത്തതിലും മറുപടിയില്ല. വായ്പ തിരിച്ചടയ്ക്കാത്തവരിൽ ബി.ജെ.പി. കൗൺസിലർമാർ വരെയെന്നും സെക്രട്ടറി പറയുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. കമലേഷ്, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ നിർണായക ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെയാണ് നീലിമ ആർ കുറുപ്പിൻ്റെ സമീപനം, അതായത് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അജിംഷാദ്, രണ്ട് തരത്തിലാണ് കാര്യങ്ങളുള്ളത്. ഒന്ന്, അന്വേഷണത്തിനോട് സഹകരിക്കുന്നില്ല എന്നതിനൊപ്പം തന്നെ പല ചോദ്യങ്ങൾക്കും മറുപടി പറയാനാകാത്ത സാഹചര്യവും ഈ സെക്രട്ടറിയെ സംബന്ധിച്ചും ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചും ഉണ്ട് എന്നുള്ളതാണ് സാഹചര്യം. അതായത് പല ഘട്ടങ്ങളിലായി കൈരളി ന്യൂസ് ഉൾപ്പെടെ ചോദ്യങ്ങളായി ബി.ജെ.പിയുടെ പ്രമുഖ നേതാക്കളോട് ചോദിച്ചിരുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ വായ്പാ തിരിച്ചടക്കുന്നതിന് വേണ്ടി ഇടപെട്ടിരുന്നോ, അതോടൊപ്പം സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ, കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ വായ്പ എടുത്തിരുന്നില്ലേ എന്നുള്ളതാണ്. ഇതെല്ലാം അന്ന് നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അന്ന് കൈരളി ന്യൂസ് വളരെ കൃത്യമായി പറഞ്ഞു, കൗൺസിലർമാർ അടക്കമുള്ള ആളുകൾ വൻതുക സൊസൈറ്റിയിൽ നിന്ന് വായ്പ എടുക്കുകയും അത് തിരിച്ചടക്കാതെ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് വലിയ പ്രതിസന്ധിയിലേക്ക് സൊസൈറ്റി പോയത്. അതിൻ്റെ ഭാഗമായാണ് തിരുമല അനിലിന് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടുള്ളത്. ഇക്കാര്യങ്ങളെല്ലാം ശരിവെക്കുന്ന നിലയിലാണ് ഇപ്പോൾ സൊസൈറ്റിയുടെ സെക്രട്ടറി നീലിമ ആർ കുറുപ്പ് അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി നൽകിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഇത്രയും വലിയ തുക കാലങ്ങളായി അടക്കാതിരിക്കുമ്പോൾ റിക്കവറി അടക്കമുള്ള നടപടികളിലേക്ക് എന്തുകൊണ്ട് സൊസൈറ്റി പോയില്ല എന്നുള്ളതാണ്. അത്തരം നടപടികളെല്ലാം സ്വീകരിക്കേണ്ടത് സെക്രട്ടറി എന്നുള്ള നിലയിലാണ്. പക്ഷേ അത്തരത്തിൽ ഒരു നടപടിയും സെക്രട്ടറി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സാഹചര്യം. എന്തുകൊണ്ട് പോയില്ല എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് മറുപടി പറയാൻ കഴിയാത്തത് എന്ന ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറയുന്നത്, ഇവരെല്ലാം പ്രധാനപ്പെട്ട നേതാക്കളാണ്, കൗൺസിലർമാരാണ്. എങ്ങനെയാണ് സാധാരണ ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു സൊസൈറ്റി നടത്തുന്ന ആളുകൾക്ക് ഇത്രയും വലിയ നേതാക്കളോട് ഈ തുക ആവശ്യപ്പെടാൻ കഴിയുക? അല്ലെങ്കിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അവരത് തിരിച്ചടക്കാതെ വരുന്ന സാഹചര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അക്കാര്യം അന്വേഷണ സംഘത്തിന് മുൻപാകെ പറയാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട്. ഇതാണ് സാഹചര്യം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഈ കൗൺസിലർമാർ അടക്കമുള്ള ആളുകൾ ഇവിടെ നിന്നും വലിയ തുക വായ്പ എടുത്തിട്ട് തിരിച്ചടക്കാതെയുള്ള സാഹചര്യമുണ്ട് എന്ന് നീലിമ ആർ കുറുപ്പ് അന്വേഷണ സംഘത്തിന് മുൻപാകെ സമ്മതിക്കുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് സംഘത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയത്. അതിൻ്റെ ഭാഗമായി വലിയ മാനസിക പ്രയാസത്തിലായിരുന്നു തിരുമല അനിൽ ഉണ്ടായിരുന്നത് എന്നുകൂടി നീലിമ ആർ കുറുപ്പ് അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ഇവരെ ചോദ്യം ചെയ്യലിനായി അന്വേഷണം. മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി നിഴലിക്കുന്നത് കമലേഷ് തെക്കേക്കാട്, നോക്കൂ, ഈ ബി.ജെ.പി. നേതാക്കന്മാരുടെ പങ്ക് ആദ്യം തന്നെ വി മുരളീധരൻ അടക്കമുള്ളവർ, രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഘട്ടത്തിൽ കൈരളി ന്യൂസിനോട് പോലും തട്ടിക്കയറുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. നമ്മുടെ ലേഖിക സുലേഖയോട് തട്ടിക്കയറുന്നതും ആക്രോശിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ വിമർശനം മാധ്യമ ലോകത്തു നിന്ന് അതിനെതിരെ ബി.ജെ.പിക്ക് ഉണ്ടായതാണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെ അടിസ്ഥാനം ഉണ്ടായിരുന്നു എന്ന് ബോധ്യമാകുന്ന ഘടകങ്ങളുണ്ട്. കാരണം ബി.ജെ.പി. കൗൺസിലർമാരടക്കം വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാത്തവരുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നത്, എല്ലാവരും ഒറ്റപ്പെടുത്തി വഞ്ചിക്കുന്നു എന്ന്. അല്ലേ കമലേഷ്? തീർച്ചയായും അജിംഷാദ്, അത്തരം ചോദ്യങ്ങളോട് തന്നെയാണ് വളരെ കോപാകുലനായി അല്ലെങ്കിൽ വളരെ അസ്വസ്ഥതയോടുകൂടി ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ പ്രതികരിച്ചത്. സുലേഖ അന്ന് ചോദിച്ച ചോദ്യം ഇത് തന്നെയായിരുന്നു. അതായത് കൗൺസിലർമാർ അടക്കമുള്ള ആളുകൾ വായ്പ എടുത്തിരുന്നില്ലേ, ബി.ജെ.പിയുടെ ഭരണസമിതിയല്ലേ ഈ സൊസൈറ്റിയെ നയിക്കുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് വളരെ പ്രകോപിതനായി അദ്ദേഹം സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ആ ചോദ്യങ്ങൾ റെലവൻ്റ് ആയിരുന്നു എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ അത് ശരിവെക്കുന്ന മൊഴിയാണ് ഇപ്പോൾ സൊസൈറ്റിയുടെ തന്നെ സെക്രട്ടറി അന്വേഷണ സംഘത്തിന് മുൻപാകെ നൽകിയിട്ടുള്ളത് എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ഈ തിരുമല അനിലുമായി ബന്ധപ്പെട്ട്. ഏതായാലും ഇതിൻ്റെ അന്വേഷണം വളരെ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. സൊസൈറ്റിയുടെ സെക്രട്ടറി ബി.ജെ.പി. നേതൃത്വത്തിൽ ഒക്കെയുള്ള ആൾ തന്നെയാണ്. ആ നിലയിലാണ് അത് പോകുന്നത്. കഴിഞ്ഞ 15 വർഷമായി തിരുമല അനിൽ ഇതിൻ്റെ പ്രസിഡന്റായി തുടരുകയാണ്. നേരത്തെ മുൻ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ, മുൻ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഘത്തിൻ്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ബി.ജെ.പി. ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. ഏതായാലും ഈ വിഷയത്തിൽ ബി.ജെ.പി. നേതൃത്വത്തെ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആളുകളെ പലരെയും സഹായിച്ചു, എന്നിട്ട് അവർ തന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ചില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ തിരുമല അനിലിന് പലരോടായി പറയേണ്ടി വരുന്നത്. ആത്മഹത്യാക്കുറിപ്പിലടക്കം
രേഖപ്പെടുത്തേണ്ടി വന്നിരുന്നത്. പക്ഷേ അന്ന് നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞതിനെ പോലും തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ ഉൾപ്പെടെ ചെയ്തത്. നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞത് തിരുമല അനിലിന് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഈ വായ്പ കൊടുത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. അത് മരിച്ചതിന് ശേഷവും തിരുമല അനിലിനെ തള്ളിപ്പറയുന്ന ഒരു രീതിയിലേക്ക്, ഒരു നിലയിലേക്ക് BJPയുടെ സംസ്ഥാന നേതൃത്വം മാറുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ BJPയുടെ സാധാരണ പ്രവർത്തകർ ഉൾപ്പെടെ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. പാവപ്പെട്ട പ്രവർത്തകരെ കൊലയ്ക്ക് കൊടുക്കുകയാണ് നേതൃത്വം എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ, വിമർശനങ്ങൾ സാധാരണ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം വന്നപ്പോഴാണ് വളരെ പ്രകോപിതരായി നേതാക്കളെല്ലാം സംസാരിക്കാൻ തുടങ്ങിയത്. മറുപടി പറയാൻ കഴിയാതെ വന്നപ്പോഴാണ് മാധ്യമപ്രവർത്തകരോട് ഉൾപ്പെടെ ആക്രോശിച്ചുകൊണ്ട്, വളരെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കേണ്ട നിലയിലേക്ക് BJPയുടെ നേതൃത്വം മാറിയിട്ടുള്ളത്. ഏതായാലും ഇതിന്റെ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം സഹകരണ വകുപ്പിന്റെ അടക്കം പരിശോധന ഈ സൊസൈറ്റിയിൽ നടത്തിയിരുന്നു. ചില രേഖകളെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ഈ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് അന്വേഷണ സംഘവും വ്യക്തമാക്കുന്നത്. അജിംഷാദ്.